ആനിവേഴ്സറിയുടെ ഒരു ചെറിയ സർപ്രൈസ് ഇച്ചാക്ക് കൊടുക്കാൻ ഒരു ഷർട്ടും ഒരു ഷൂ ഉണ്ട്. ഇച്ച വരുന്നുണ്ട്. അപ്പോൾ റിയാക്ഷൻ എന്താ നോക്കാം. നിസ്കരിച്ച് കഴിഞ്ഞോ? അങ്ങോട്ട് നോക്ക്. എടുക്കേ. ഇഷ്ടായി? അതിൻ്റെ ഉള്ളിൽ വേറെ എണ്ണം കൂടെ ഉണ്ട്. ഇഷ്ടായി? ഇങ്ങോട്ട് തിരിച്ചേ. ഇഷ്ടായി? ഇങ്ങോട്ട് കൊണ്ടുവന്നാ കൈചത്താക്ക് കാണിച്ചു കൊടുത്തില്ല കേട്ടോ. ഡെയിലി വ്ളോഗ് അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം. Sweet love, being with you make me feel so happy. രണ്ട് മോതിരം. ഇത് സിൽവറാ? എന്താ ഗോൾഡ് അല്ലേ തരണ്ടേ? ഇത് വെഡിങ് ആനിവേഴ്സറിക്കാ? 4 ദിവസം ഉണ്ടേ മുൻകൂട്ടിയൊക്കെ. മുൻകൂട്ടി വേറൊരു പ്ലാനും കൂടി. ഇത് കപ്പിള. കപ്പിൾ റിംഗ് ആണല്ലേ? ഇഷ്ടമായോ? ഇട്ടത് ഇട്ടിട്ടില്ലെങ്കിലാണ് ഇതിങ്ങനല്ല തോന്നുന്നുണ്ട്. മറ്റേ കൈമക്കൾ തോന്നുന്നുണ്ടല്ലേ? ഇനി കിട്ടാ ഇത് മക്കിട്ടെ ഇതില് ഇഷ്ടമായോ? പക്ഷെ ചടവലത് കൈമക്കാന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഇത് തിരിച്ചിട്ടാണ് ഇട്ടത്. ഇഷ്ടമായോ? എന്താ നമ്മളെ വെഡിങ് ആനിവേഴ്സറി? വെഡിങ് ആനിവേഴ്സറി ജൂലൈ 9. ഇനി 4 ദിവസം ഉണ്ടേ. 4 ദിവസം ഉണ്ട്. വേറെ ഗിഫ്റ്റ് ക്വാളിറ്റിയിലാന്ന് കോട്ടപ്പടിയോ? റിയാസ് കാണുന്നുണ്ടോ? റിയാസ് എഴുതിയിട്ട് ഇതിന്റെ എൻ്റെ ഉണ്ടായിരുന്നേ. ഇതിന്റെ അസ്നത്ത് എഴുതിയിട്ട് കല്യാണത്തിന് ഉണ്ടോ ഫാൻസി ആയിരുന്നേ. അത് ഞാൻ കൊറേ ഇട്ടാർന്നിട്ടുണ്ടായിരുന്നു എന്റെ പേര് എഴുതിയിട്ടുള്ളത്. ഞാൻ മഹർ ഇടാത്തപ്പോ ഇത് ഇങ്ങനത്തെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മഹർ എപ്പോഴും ഇടുന്നില്ലല്ലോ. ഇങ്ങനത്തെ ചെറിയ മാലാകുമ്പോ ഇങ്ങനെ ഡെയിലി യൂസിന് അങ്ങനെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. എടുത്തോ. രണ്ടെണ്ണം സെപ്പറേറ്റ് ആക്കും. 2 സെപ്പറേറ്റ് ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ആയിരുന്നല്ലേ? അങ്ങനെ ആയിരുന്നു. അപ്പോൾ ജൂലൈ 9 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അല്ലേ?
അപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പ്ലാൻ ചെയ്യാം കേട്ടോ. ട്രിപ്പോ? ചെറുത്, വലുതൊന്നും വേണ്ട, ചെറിയ ട്രിപ്പ്. എനിക്ക് ഷോപ്പിൽ നിന്ന് അങ്ങനെ മാറിക്കാൻ പറ്റില്ല, ചെറിയൊരു ട്രിപ്പ്. എവിടേക്ക്? നീ മൈസൂർ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞ്? മൈസൂരിലേക്ക് പോവാം. മൈസൂര് ഇഷ്ടമായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ബൈക്കില് നോക്കാം, അല്ലെങ്കിൽ കാറിൽ പോവാം. ഞങ്ങൾ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ളോഗ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നുള്ളത് ചെവിവേദനയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഡോക്ടറെ അടുത്ത് പോകണം. അല്ല ഗൈസ്, ഞങ്ങൾ ഇവർക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഗൈസ്. പിന്നെ ആനിവേഴ്സറി ആയിട്ട് ഒക്കെ ഡ്രസ്സ് എടുത്തില്ല, അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല കിട്ടേ. അതാണ് ഉമ്മിനോട് എന്തോ പറയണ്ടായിരുന്നേ. ഞാനേ അവിടെ ചെന്നപ്പോ ഉമ്മി നിശ്ചയം വർത്താനം പറയണേ. അപ്പൊ ഞാന് ഇച്ചനോട് പറഞ്ഞ ചെവി വേദന ഡോക്ടറെ അടുത്ത് പോകണം, വേറെ റെഡിയാവ്, ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടാൽ മതി, ഒരുങ്ങാനൊന്നും നിൽക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ താഴേക്ക് ഉമ്മിനോട് ഞാൻ പറഞ്ഞിട്ട് വരാം പോട്ടേന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അത് വേണ്ട ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്നാ ഇച്ച പറയാൻ പോയിട്ട് ഞാൻ അപ്പോഴത്തേന് റെഡി ആവാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡ്രസ്സ് ഇടുന്നതിന് മുന്നേ ഞാനൊന്ന് താഴേക്ക് ഉമ്മിയുടെ അടുത്തേക്ക് താഴേക്ക് പോന്നപ്പോ ഉമ്മി ഇങ്ങനെ സ്വകാര്യം പറയണേ. അപ്പൊ ഞാൻ ചെന്നപ്പോ ഇവര് പറഞ്ഞേ ഇങ്ങനെ തിരിച്ചിരുന്നു. അപ്പൊ ഉമ്മി എന്നോട് ഉമ്മിനോട് ഞാൻ ചോദിച്ചു എന്തൊട്ട് ഉമ്മിച്ച പറഞ്ഞേന്ന് ചോദിച്ചു. ഉമ്മി പറഞ്ഞേ അത് നീയേ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്നിട്ട് വന്നിട്ട് പറയാന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു അപ്പോൾ വേറൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓണടിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന്. എന്നിട്ട് ഇതേ പാസോട്ടിക്കയിലെത്തി. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്തരാൻ വരുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം ഓൾറെഡി ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല ഡ്രസ്സ് എടുക്കുന്നത്. ഇപ്പം ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇപ്പം പെരുന്നാളും കഴിഞ്ഞ് പിന്നെ 2 ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ ഇട്ടിട്ടുമില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ അസോട്ടിക്കയിലേക്കാണ് വന്നത്. അതായത് പെരുന്നാൾക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് ഷോപ്പിലാണ്. അപ്പോൾ അന്ന് കുറച്ച് ഡ്രസ്സ് കൂടെ ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കണം, അതുണ്ടെങ്കിൽ അത് എടുക്കണം, ഇല്ലെങ്കിൽ വേറെ ഇഷ്ടപ്പെട്ട യെല്ലോ കളർ ഒന്നും എൻ്റെ ഇല്ല. അപ്പം അത് എടുക്കാന്ന് വിചാരിച്ചു. ഇച്ചക്ക് ഭയങ്കര ഇഷ്ടം എന്നെ കൊണ്ട് യെല്ലോ ഇടിപ്പിക്കണം. എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇച്ചിങ്ങനെ പറഞ്ഞന്ന് അവിടെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ വീഡിയോ ഉമ്മി കണ്ടപ്പോൾ ഉമ്മി പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, അത് എടുക്കായിരുന്നില്ലേ എന്നപ്പോൾ ചോദിച്ചു. അപ്പം എനിക്കും ഒരിത് എന്നാൽ പിന്നെ എടുക്കായിരുന്നു എന്ന് വിചാരിച്ച്. അങ്ങനെ ഇന്നിപ്പോൾ അതുണ്ടോയെന്നൊന്നും അറിയുന്നില്ല. ഉള്ളതിൽ ഏതെങ്കിലും എടുത്തിട്ട് പോരാ, ഇഷ്ടപ്പെട്ടാൽ അല്ലേ. ഇന്ന് ഇച്ചായിരിക്കണ്ട നോക്കണൊക്കെ. എന്നോട് പറഞ്ഞ് ഏതെങ്കിലും ഒരു സിമ്പിൾ ഡ്രസ്സ് ഇട്ട് വന്നാൽ മതി, വല്ലാണ്ട് ഒരുങ്ങൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഡ്രസ്സ് കടയിലേക്ക് ഇങ്ങനൊക്കെ ഒന്ന് വന്നേക്കണെങ്കിൽ അവ ഡ്രസ്സ് എടുത്തിട്ട് വരാം. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് എനിക്ക് ഇഷ്ടമായി. ചെന്നപ്പോ തന്നെ കിട്ടി, വേറെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ചെന്നപ്പോ തന്നെ അത് കിട്ടി, എടുത്തു പോന്നു. കാരണം ഞങ്ങൾ പെരുന്നാൾക്ക് വന്നപ്പോഴേ ഈ ഒരു കളർ ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ നമുക്ക് വേറെ കളർ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു അല്ലേ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്ര എടുത്തു. ഒറ്റ ഡ്രസ്സ് നോക്കിയുള്ളൂ, വേറെ ഒന്നും നോക്കിയൊന്നുമില്ല. വേറെ ഒന്നും നോക്കിയില്ല, ഈ കളറ് നോക്കി എടുത്തു, ഇഷ്ടമായി പോന്നു. അങ്ങനെ എടുത്താണ്. പിന്നില്ല അവിടെ കണ്ടപ്പില്ലേ ആ ചെക്കൻ എന്നോട് പറഞ്ഞേ ഇത് ഇഷ്ടായോ, ഇന്നലെ ഇത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ടേ പറഞ്ഞേ. ഞാൻ 2-3 ദിവസമായിട്ടാ ഇത് അവളെന്ന് പറഞ്ഞു, അവൾക്ക് ഇഷ്ടമായിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 2-3 ദിവസമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നിട്ട് ഞാൻ ചോദിക്കും ആ ഡ്രസ്സ് വന്നോ. ഞാൻ വരുമ്പോഴൊക്കെ ആ കളക്ഷൻ തീർന്നു പറഞ്ഞിട്ടുണ്ട്. ഇവളെ കൊണ്ടുവരാറില്ല, ഞാൻ ജസ്റ്റ് അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് ആ ഡ്രസ്സ് തന്നെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കും. ആ ചെക്കന് പറഞ്ഞേ മോളെ കഷ്ടപ്പാടുണ്ടോ, എത്ര ദിവസമായി അപ്പൊ ഇതിന് വേണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കണെന്ന്. അതൊക്കെ കുറെ നേരം വർത്താനം പറഞ്ഞിട്ടാ ഇങ്ങനെ ഇച്ച 2-3 ദിവസമായി വരുന്നേ, ഇതന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവര് പിന്നെ കൊണ്ടുവന്നതാണ്, ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനൊക്കെ പറഞ്ഞു. അങ്ങനെ സാധനം കിട്ടിയിരിക്കുകയാണ്. ഇഷ്ടായില്ലേ ഡ്രസ്? പിന്നെ നമ്മ വന്നിരിക്കുന്നത് ഹണി കേക്കിലേക്കാണ്. എന്തിനാ വന്നിരിക്കണേ? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ആണ്. വെഡിങ് ആനിവേഴ്സറി ഇന്നല്ലേ? അതെ, ഞങ്ങൾ ഓൾറെഡി ട്രിപ്പ് പോകാൻ ഇങ്ങനെ പ്ലാൻ ഉണ്ട്. അപ്പോൾ കേക്ക് എന്തായാലും ഇനി അതിൻ്റെ ഇടയിലൊന്ന് കട്ട് ചെയ്യേണ്ട വിചാരിച്ച് ഞങ്ങൾ അതിന് മുൻകൂട്ടി വന്നതാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട്
മാത്രമല്ലേ ഉള്ളേ. കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു വന്ന് അങ്ങനെ ഹണി കേക്കിൽ വന്നിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്തിട്ട് കാണാം. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. നല്ല അടിപൊളി കേക്ക് കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹണി കേക്കിൽ അതിനെല്ലാ കേക്കും നല്ല അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. ഇവിടെ ഏത് പുതിയ കേക്ക് വന്നാലും ട്രൈ ചെയ്യാൻ ഒരാഴ്ചക്കുള്ളിലെങ്കിലും മിനിമം. ഈ തിരക്കിലാണെങ്കിൽ മാക്സിമം ഒരാഴ്ച അപ്പോൾ ഇത് വന്നിട്ട് ട്രൈ ചെയ്യാറുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ആകെ ലാഗായത് ഫസ്റ്റ് മറ്റേ ഏതായിരുന്നു ഡ്രീം കേക്കിലെ ഡ്രീം കേക്ക്. അത് ഡ്രീം കേക്കിന് ഡ്രീം കേക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആയ 5 ലെയറുള്ള അത് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ആ ബുക്കിംഗ് ഒക്കെ ചെയ്ത് 1 മാസം പോലെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അതാണ് കുറച്ച് ലാഗായത്. ബാക്കി ഞങ്ങൾ ഏകദേശം കാണാം. ബാക്കി ഉമ്മിക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി എന്തായാലും ഉമ്മിക്ക് കൊണ്ടുപോകണം. ഉമ്മിനിപ്പോൾ ഉമ്മിക്ക് വയ്യാണ്ടിരിക്കുന്ന ഉമ്മിനെ കൊണ്ടുവരാൻ ഞാൻ. പിന്നെ വീട്ടിലാരും ഇല്ല, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും വന്നേനെ. പിന്നെ ഞങ്ങൾ 3 ആളും തന്നെ ഉള്ളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഉമ്മി കൊണ്ടുപോകാം. ഇപ്പം ഇച്ച് തന്നെ വേറെന്തോ സാധനം ഉള്ളിൽ. ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇനി ഇതിനിടയിൽ ഇച്ചാക്ക് ഞാനും എനിക്ക് ഇച്ചയും കുറച്ച് സർപ്രൈസ് ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനൊന്നല്ല. അതെ, ഞങ്ങൾക്ക് ഹാപ്പി ആവും എന്നുള്ള രീതിയിലുള്ള സർപ്രൈസ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ വരും. പിന്നെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓൾറെഡി കൊടുക്കാം. ട്രിപ്പും വിശേഷങ്ങളൊക്കെ ഇനി ബാക്കിയുള്ള വീഡിയോസിലൊക്കെ വരും. അപ്പം അതിന് മുന്നായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണിത്. അപ്പോൾ ഇനി വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ നോക്കുക. അപ്പോൾ അതാണ് നിങ്ങളെ പ്രോത്സാഹനം അല്ലേ? അതെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. പൊന്നോ രസമുണ്ടോ? ഇങ്ങനെ ആസ്വദിച്ച് കേട്ടോ. ഉമ്മമാക്ക് കൊടുക്കാട്ടോ. അപ്പൊ ഞങ്ങൾക്കൊരു ആനിവേഴ്സറി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സിറാജ് ആൻഡ് റിഫ. സിറാജും റിഫ തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. സർപ്രൈസ് ആയിരുന്നു. അതെ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടു തന്നാണ്. സർപ്രൈസ് ആയി. താങ്ക് യു.